ഹരി ഓം. കഴിഞ്ഞ ശ്ലോകത്തിൽ ശിഷ്യൻ താൻ കേട്ടതിൽ നിന്ന് തനിക്ക് പല സംശയങ്ങളുണ്ടെന്നും ആ സംശയങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഉണർത്താൻ എനിക്ക് അനുവാദം തരണമെന്നും ആ സംശയത്തിന് ഉത്തരം അരുളി ചെയ്ത് എന്നെ അനുഗ്രഹിച്ച് കൃതാർത്ഥനാക്കി തീർക്കണമെന്നും പ്രാർത്ഥിച്ചു. ഈ ശ്ലോകത്തിൽ എന്താണ് പ്രശ്നം? 50-ാം ശ്ലോകത്തിൽ തൻ്റെ സംശയങ്ങളെ ചോദിക്കുക. കോ നാമ ബന്ധ കഥമേഷ ആഗതഃ കഥം പ്രതിഷ്ഠാസ്യ കഥം വിമോക്ഷഃ കോസാവനാത്മാ പരമക്ക ആത്മാ തയോർവിവേകഃ കഥമേതദുച്യതാം. കോ നാമ ബന്ധ കഥമേഷ ആഗതഃ കഥം പ്രതിഷ്ഠാസ്യ കഥം വിമോക്ഷഃ കോസാവനാത്മാ പരമക്ക ആത്മാ തയോർവിവേകഃ കഥമേതദുച്യതാം. ആദ്യത്തെ ചോദ്യം. അപ്പൊ ഗുരു ഇതിൽ നിന്ന് ഇത് നാടകീയമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഗുരുവിനോട് ശിഷ്യൻ, സ്വാമി എനിക്ക് ചില സംശയങ്ങളുണ്ട്, അത് ഞാൻ ചോദിച്ചോട്ടെ? ആ ചോദ്യത്തിന് അങ്ങ് ഉത്തരം അരുളി ചെയ്ത് തന്നെ കൃതാർത്ഥനാക്കണം എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചോളൂ, എന്താ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇത് ഗുരു ശിഷ്യ സംവാദത്തില് ശിഷ്യന്റെ സംശയത്തെ ചോദിക്കാനുള്ള അവസരമുണ്ട് നമ്മുടെ ധർമ്മത്തില്, സനാതന ധർമ്മത്തില്. എത്ര വേണേ ചോദിക്കാം. ഒരു കൃപയോട് ക്ഷമയോട് കേൾക്കാനും അതിന് സംശയം നിവർത്തിച്ചു കൊടുക്കാനും അദ്ദേഹം തയ്യാറാണ് താനും. ഇവിടെ ആദ്യത്തെ ചോദ്യം എന്താ? കോ നാമ ബന്ധഃ. ബന്ധഃ നാമ കഃ. ഈ ബന്ധം, സംസാരബന്ധം, അനാത്മബന്ധം എന്നൊക്കെ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞില്ലേ? എന്താ ഈ ബന്ധം എന്ന് പറഞ്ഞാൽ? ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നു? കഥം ഏഷ ആഗതഃ. ഏഷ ബന്ധഃ കഥം ആഗതഃ. ഈ ബന്ധം എന്താണ്? അതൊന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യമോ, ഈ ബന്ധം എങ്ങനെ ഉണ്ടായി, എങ്ങനെ വന്നു, ഇതെങ്ങനെ സംഭവിച്ചു, എങ്ങനെ ഞാൻ ബദ്ധനായത്? കഥം പ്രതിഷ്ഠ അസ്യ. അസ്യ പ്രതിഷ്ഠ കഥം. ഈ വന്നു ചേർന്ന ബന്ധം എങ്ങനെയാണ് സ്ഥിരമായി നിലനിൽക്കുന്നത്? അതിന്റെ പ്രതിഷ്ഠാച്ച അത് നിലനിൽക്കുക. അത് നിലനിൽക്കാൻ എന്താ കാരണം? കഥം വിമോക്ഷ. ആ ബന്ധത്തിൽ നിന്ന് എങ്ങനെയാണ് മോക്ഷം ഉണ്ടാവുക? നാലാമത്തെ ചോദ്യം. അസൗ അനാത്മാക്കഹ കോസാവനാത്മാ. അസൗ ഈ പറയപ്പെട്ട അനാത്മാക്കഹ. അനാത്മാവ് എന്താണ്? പരമക്കാത്മാ. പരമഹ ആത്മാക്ക. പരമാത്മാവ് ആരാണ്? ആർണായി. തയോഹ വിവേക. ആ പരമാത്മാവിനെയും ആത്മാവിനെയും തമ്മിൽ വിവേകം ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? വേർതിരിച്ചറിയണം എന്ന് പറഞ്ഞു. ആ വിവേകം കഥം എങ്ങനെയാണ് ചെയ്യുക? ഏതത് ഉച്യതാം. അതെനിക്ക് പറഞ്ഞു തന്നാലും. ഇപ്പൊ 7 ചോദ്യങ്ങളാ ശ്രദ്ധിച്ച ഇവിടെ ശിഷ്യൻ ചോദിക്കുന്നത്. എന്താണ് ബന്ധനം? അതെങ്ങനെ വന്നു ചേർന്നു? ആ വന്നു ചേർന്ന ബന്ധനം എങ്ങനെ നിലനിൽക്കുന്നു? എങ്ങനെയാണ് ഈ ബന്ധനത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തു കിടക്കാൻ പറ്റുക, മുക്തി പ്രാപിക്കാൻ പറ്റുക, മോചനം നേടാൻ പറ്റുക? എന്താണ് അനാത്മാവ്? ആരാണ് പരമാത്മാവ്? ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിച്ചറിയുന്നത് എങ്ങനെ? ഇതൊക്കെ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? ഈ ശിഷ്യൻ വളരെ ജാഗ്രതയോടുകൂടി ഗുരുനാഥൻ പഠിപ്പിക്കുന്നതിനെ ശരിക്കും പിന്തുടരുന്നുണ്ട് എന്നർത്ഥം. അല്ലാണ്ട് ഈ കാതിലെ കൂടെ കേട്ട് ഈ കാതിലൂടെ പോവല്ല. മനസ്സിലായോ? ഗുരുവിന്റെ ഓരോ വാക്കും സശ്രദ്ധം പിന്തുടരുന്നുണ്ട്. കേക്ക് മാത്രമല്ല, അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ചതിന്റെ ഫലമായിട്ടാണ് സംശയം ഉണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പോ ഇത്രയും വരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശിഷ്യൻ വേണ്ട പോലെ ഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ഈ ചോദ്യങ്ങൾ സൂചിപ്പിക്കുന്നു. മുൻ ശ്ലോകത്തില് ബന്ധം, മോക്ഷം, അനാത്മാ, പരമാത്മാ, ആത്മാ അനാത്മ വിവേചനം മുതലായ പദങ്ങളൊക്കെ പറഞ്ഞു. ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തനിക്ക് പുതിയ കുറവ് വാക്കുകൾ മാത്രമാണ്. ഇതിൻ്റെയൊക്കെ അന്തസത്ത എന്താ, ഇതിൻ്റെയൊക്കെ അർത്ഥം, വിശദീകരിച്ചുള്ള അർത്ഥം എന്താ എന്ന് വ്യക്തമായി അറിഞ്ഞ് ഈ സംസാരത്തിൽ നിന്ന് മോചനം നേടണം എന്നുള്ളതായ തീവ്രമായ അഭിലാഷം തനിക്കുണ്ടെന്ന് ഈ ചോദ്യങ്ങളിലൂടെ വ്യക്തമാക്കുകയാണ്.
അല്ലെങ്കിൽ കുറച്ച് എന്തോ ഗുരു പറഞ്ഞു, അത് കേട്ടോ മിണ്ടാണ്ട് പോയി. അത് മനസ്സിലായില്ലയോ, ദഹിച്ചില്ലയോ, മനസ്സിലായോ? ആ അപ്പൊ വെറും സിദ്ധാന്തപരമായി വെറും ബൗദ്ധികമായ അറിവ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ പാടില്ല നമ്മള്. ശിഷ്യൻ തൃപ്തിപ്പെട്ടില്ല, പിന്നെ അതെങ്ങനെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ സാധിക്കും? അതാണ് ഇവിടുത്തെ ശിഷ്യന്റെ ചോദ്യത്തിന്റെ പുറകിലുള്ള താല്പര്യം. അതുകൊണ്ട് കൂടുതൽ വിശദമായിട്ടുള്ളതായ വിവരണം ഗുരുവിനോട് ആവശ്യപ്പെടുക. ഇങ്ങനെയുള്ള ശിഷ്യനെ കണ്ട എങ്ങനെയാണ് ഗുരുവിന് പറഞ്ഞു കൊടുക്കാണ്ടിരിക്കാൻ പറ്റുക? ശിഷ്യന്റെ ശ്രദ്ധയാണ് ഗുരുവിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. പശുക്കുട്ടി ഇങ്ങനെ മുട്ടി കുടിക്കും തോറും തള്ളപ്പശു ചേർന്ന് കൊടുക്കുന്ന അറിയില്ലേ? ഇതുപോലെയാണ്. അല്ലാണ്ട് ഗുരുവിൻ്റെ അടുത്ത് പോയി അവിടെ ചെന്ന് ആശ്രമം അടിച്ചു കുറച്ച് വൃത്തിയാക്കി പൂജാദ്രവ്യങ്ങൾ കൊണ്ടുകൊടുത്തു, പുഷ്പം കൊടുത്തു, അങ്ങനെ ഇതൊക്കെ കൊടുത്തു എത്ര ആളുകൾ ഒന്നും ചോദിക്കില്ല. അങ്ങനെ ഗുരു എന്താ പറയും? ചോദ്യത്തിലൂടെയാണ് ശിഷ്യന്റെ അർഹതയും യോഗ്യതയും ഗുരു മനസ്സിലാക്കും. മനസ്സിലായോ? അതുകൊണ്ട് ശിഷ്യന്റെ ഈ ചോദ്യം ഗുരുവിനെ വളരെ സന്തുഷ്ടനാക്കി. സന്തോഷത്തോടെ ഗുരു അടുത്ത ശ്ലോകം മുതൽ ഉത്തരം പറയും. ഹരിയോ.